all, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു വർഷത്തോളം ആവട്ടോ. നമ്മളെ ഗ്ലിസറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഗ്ലിസറിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 3 സ്റ്റെപ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ഒരു ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതിൽ ഒത്തിരി പേര് അത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയവരുണ്ട്. എന്നാൽ കുറേ ഡൗട്ട്സും ഉണ്ട് കേട്ടോ. കുറേ പേര് വെറുതെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഏത് ഗ്ലിസറിൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലിസറിൻ IP എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡായിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണ് നല്ല ബ്രാൻഡ് ഗ്ലിസറിൻ എന്നുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു ഗ്ലിസറിൻ IP എന്ന് പറഞ്ഞിട്ട് ഫാർമസിയിൽ കിട്ടുന്നത് തന്നെയായിരുന്നു. പിന്നീട് ഞാൻ 1-2 ബ്രാൻഡ്സ് മാറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു ബ്രാൻഡാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. നമ്മളെപ്പോഴും ഗ്ലിസറിൻ ചൂസ് ചെയ്യുമ്പോൾ പ്യുവർ ആൻഡ് അൺസെൻറ്റഡ് ആയിട്ടുള്ള ഗ്ലിസറിനാണ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ എന്താ പറയുക, കുറേ പേർക്ക് കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഏറ്റവും നല്ല. അപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്ക് എങ്ങനെ കിട്ടും, അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ യൂസ് ചെയ്ത 1-2 ബ്രാൻഡിൻ്റെ ലിങ്കൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു വിഷ് കെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗ്ലിസറിനാണ്. ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഗ്ലിസറിനാണ്. ഞാൻ 3-4 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്യുവർ ആയിട്ടുള്ള 100% പ്യുവർ ഗ്ലിസറിനാണ്, വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇത് ഇപ്പം നമ്മുടെ സ്കിൻ, ബോഡി ആൻഡ് ഹെയറിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ഒരു ഫോം ഓഫ് ഗ്ലിസറിനാണ്. പ്യുവർ ആൻഡ് അൺസെൻറ്റഡ് ആണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ സെൻറ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള ഗ്ലിസറിൻസ് എടുക്കാനായിട്ട് നോക്കരുത്. പിന്നെ നമ്മൾ ഏത് ഗ്ലിസറിൻ യൂസ് ചെയ്താലും അതും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഗ്ലിസറിൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഒരു ഹീറ്റ് പോലെ ഫീൽ ചെയ്തു എന്നുള്ളത് അത് നോർമലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ബ്രാൻഡ് എന്നല്ല, ഏത് ബ്രാൻഡിൻ്റെ ഗ്ലിസറിൻ നമ്മൾ ചൂസ് ചെയ്താലും ആ ഒരു ഹീറ്റിംഗ് സെൻസേഷൻ തോന്നുന്നത് വളരെ നോർമലാണ് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മോയ്സ്ചർ അബ്സോർപ്ഷൻ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എയറിലുള്ള മോയ്സ്ചർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹീറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ചെറിയൊരു വാമിംഗ് സെൻസേഷൻ തോന്നുന്നതാണ്. അത് നമുക്ക് സ്കിന്നിൽ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്ലിസറിൻ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും യൂസ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് റോസ് വാട്ടർ യൂസ് ചെയ്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വിഷ് കെയർ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആണ്. ഇത് ഇപ്പോൾ ഒരു MRP വന്നിട്ട് 349 ആണ്. പക്ഷേ 200 സംതിങ്ങിന് നമുക്കിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. നല്ല ഗ്ലിസറിൻ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ മാത്രമല്ല ഹെയറിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വൈറ്റമിൻ സിയുടെ കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അലോവേറ ജെല്ലിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ നമ്മൾ ഒരു 3 സ്റ്റെപ്പായിട്ട് ക്ലെൻസിങ്, പിന്നെ അതുപോലെ ഒരു ഫേസ് പാക്ക് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു നൈറ്റ് ജെൽ അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്രീമും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഹെയറിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ബോഡിയിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ബോഡിയാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മൾ ഫീറ്റൊക്കെ ഭയങ്കരമായിട്ടും എപ്പോഴും പലരുടെയും ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡെയിലി നിങ്ങൾ കിടക്കാൻ നേരം ഈ ഒരു ഗ്ലിസറിനും കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചിലരുടെ ഹാൻഡ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്ലേക്കി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഫ്ലേക്കി സ്കിന്ന് കണ്ടിട്ടില്ല നമ്മൾ ചിലപ്പോൾ ചൊറിയുമ്പോഴായാലും, അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര സ്കിന്ന് ഭയങ്കര നമ്മൾ എന്താ പറയുക, ഈ സ്നേക്കിൻ്റെ സ്കിന്ന് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഏറ്റവും നല്ലതാണ് ഈ ഗ്ലിസറിൻ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും മോയ്സ്ചറാണ്. നമ്മളിപ്പോൾ ഏതൊരു മോയ്സ്ചറൈസർ എടുത്താലും ബോഡി ലോഷൻ എടുത്താലും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ ആസച്ച് നമുക്ക് അതിൻ്റെ പ്യുവർ ഫോമിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ. അത്രയും മോയ്സ്ചറാണ് ഈ ഒരു ഗ്ലിസറിൻ. ഇതിൻ്റെ ഏറ്റവും മെയിൻ ഫംഗ്ഷൻ തന്നെ നമ്മുടെ മോയ്സ്ചറൈസിങ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ തന്നെ. അതുകൂടാതെ നമ്മളിതിപ്പോൾ വൈറ്റമിൻ സിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും, അതുപോലെ തന്നെ പോർസ് മാറാനും, പിന്നെ അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ മാറാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ അലോവേറ ജെല്ലുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലിൻ്റെയും ഗ്ലിസറിൻ്റെയും കൂടെ ബെനിഫിറ്റ്സ് നമുക്കിതിൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ബ്രൈറ്റൻ ആവുമെന്ന് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് നല്ലത് തന്നെയാണ് ഗ്ലിസറിൻ. പക്ഷേ ഗ്ലിസറിൻ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം ഗ്ലിസറിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റുമായിട്ട് മിക്സ് ആകുമ്പോഴാണ് ഗ്ലിസറിൻ്റെ ഏറ്റവും നല്ല
നല്ലൊരു ഫോമായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പാക്കില്ല, ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു പാക്ക് നല്ലതാണ് കേട്ടോ സ്കിൻ ബ്രൈറ്റനിങ്ങിന്. അതായത് നമ്മുടെ അരിപ്പൊടിയും ഗ്ലിസറിനും തണുത്ത തൈര് അല്ലെങ്കിൽ പാല് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാക്ക് അടിപൊളിയാണ്. ആ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി അല്ല, ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു വീക്ക്ലി 3 days ഒക്കെ ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലെൻസിങ്ങിന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറും മാത്രം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് ക്ലെൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു പാക്കും നൈറ്റ് ജെല്ലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഗ്ലിസറിൻ നല്ലതായിരിക്കണം, വെജിറ്റബിൾ ഗ്ലിസറിൻ അഥവാ നല്ല പ്യുവർ ആൻഡ് അൺസെൻറ്റഡ് ആയിട്ടുള്ള ഗ്ലിസറിൻ. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫാർമസിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഗ്ലിസറിൻ കുഴപ്പമില്ല, പക്ഷേ അതിൽ കുറച്ച് എന്താ പറയുക ഒരു ഭയങ്കര ലിക്വിഡി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗ്ലിസറിൻ ആയിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു അത് ലിക്വിഡ് പാരഫിൻ ആണെന്ന്. അങ്ങനെയാണ് ഞാനത് പിന്നെ നിർത്തിയിട്ട് ആ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു ഗ്ലിസറിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ലാസ്റ്റ് ഞാൻ എത്തിയത് ഈ ഒരു ഗ്ലിസറിൻ. ഇത് വളരെ നല്ലതാണ് കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ഡൗട്ട്സ് ആയിരുന്നു ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത കുറച്ച് കമൻസ് ആയിരുന്നു, ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ പോർസ് മാറുമോ എന്നുള്ളത്, അതായത് കുഴികൾ മാറുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കുഴികൾ മാറും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ വലിയ പോർസ് ഉള്ളവർക്ക് ആ പോറ് മിനിമൈസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലിസറിൻ ഒത്തിരി വലിയ എമൗണ്ട്സ് എടുക്കരുത്. വലിയ എമൗണ്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്തും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓവറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ പോർസ് ക്ലോഗ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് വേറൊരു വീഡിയോ ചെയ്തതിൽ അത് പറഞ്ഞിട്ടുണ്ട് ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പം നമ്മൾ ഒത്തിരി വലിയ എമൗണ്ട് എടുത്തിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ പോർസ് ക്ലോഗ് ആയിട്ട് പിന്നീട് നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും ആയിട്ട് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ വൈറ്റമിൻ സി ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷ് കെയറിൻ്റെ ഗ്ലിസറിൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. ആ ഒരു 3 സ്റ്റെപ്പും ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഞാനത് ജസ്റ്റ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ എന്ന രീതിയിൽ കുറച്ച് ഗ്ലിസറിൻ ഒരു 7 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 4-5 ഡ്രോപ്പ് നമ്മുടെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഇത് നല്ലൊരു ക്ലെൻസറാണ്. ക്ലെൻസർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മോയ്സ്ചറൈസിങ് ഫോമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശരിക്കും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്ലോ ഇല്ലേ, അതുപോലെ നമുക്ക് ഭയങ്കര നാച്ചുറലായിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര ഗ്ലോ ആയിരിക്കും ഫേസിൽ. നല്ല മോയ്സ്ചറൈസറായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു, ഇതുപോലെ ഗ്ലിസറിൻ യൂസ് ചെയ്തതിന് ശേഷം ഫേസ് ഡള്ളായിരുന്നു. അത് നിങ്ങൾ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് അത്രയും ഇതാവുന്നത്. കാരണം ഗ്ലിസറിൻ ഇറ്റ്സെൽഫ് ഭയങ്കര ഒരു തിക്ക് ഫോമുലയാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ നല്ലോണം സൺറൈസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഡൾ ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഗ്ലിസറിന് ഒരു മോയ്സ്ചറൈസറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ലേ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തിറങ്ങാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് അലോവേറ ജെൽ എടുത്തിട്ട് ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുടിയിൽ തേച്ച് കൊടുക്കണം. നല്ല സിൽക്കി ഷൈൻ ആൻഡ് സോഫ്റ്റ് ആവട്ടോ മുടി. ഇത് സ്കിന്നിനും ബോഡിക്കും ഹെയറിനും നല്ലതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് കമൻസിലൂടെ എല്ലാവരും ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, ഓയിലി സ്കിൻകാർക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പറ്റും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറിൻ്റെ കൂടെ ഒരു 2-3 ഡ്രോപ്സ് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാൻ നേരത്തെ ടീ സോൾസ്, അതായത് നെറ്റി, മൂക്ക്, താടി എന്നിവിടങ്ങളിൽ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ നോക്കട്ടെ. ഇത്രയും സ്ഥലത്താണ് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കുറച്ചുകൂടി ഗ്ലിസറിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോർസ് എല്ലാം ക്ലോഗ് ആയിട്ട് പിന്നെ ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ബെറ്റർ ഓയിലി സ്കിന്നുകാർക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മോയ്സ്ചറൈസറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ കുറച്ച് മുന്നേ ആയിട്ട് ആക്റ്റീവായിട്ടൊരു പിമ്പിൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടേ നമ്മൾ റേസർ തട്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ ഒരു പാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഗ്ലിസറിനൊക്കെ ഇട്ട് അതൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.